നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു. അടുത്ത ദിവസം കര തൊടാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പല ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ, റെഡ് അലർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ അതിശക്തമായ കാറ്റ് വീശിയടിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പല മേഖലകളിലും അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കും 50 കിലോമീറ്ററോളം വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് സംജാതമായിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതടുത്ത 48 മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം അതുകൊണ്ട് തന്നെ നേരിയ ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത നിലനിൽക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ 23 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രകാശം, നെല്ലൂർ, വെസ്റ്റ് ഗോദാവരി, കാക്കിനഡ ഉൾപ്പെടെ 7 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഗുണ്ടൂരിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഫുട്പാത്തുകളിൽ നിന്നടക്കം കച്ചവടക്കാരെ ഒഴിപ്പിച്ചിരിക്കുന്നു. ഭക്ഷ്യധാന്യങ്ങളും ഇന്ധനവും അവശ്യവസ്തുക്കളും ഒക്കെ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകുകയാണ്. കടൽ തീരങ്ങളിൽ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടുള്ളതല്ല, അതിനുള്ള വിലക്കും ഏർപ്പെടുത്തി. ആശുപത്രികളിലാകട്ടെ പ്രത്യേക വാർഡുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. കാക്കിനഡ, കൊണസീമ, വെസ്റ്റ് ഗോദാവരി ജില്ലകളിലെ സ്കൂളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ, അതായത് ബംഗാൾ കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് ആരാണ് ഈ പേരിടുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകും. ഓരോ തവണ ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത്തവണ മൊൻതയാണ്. ഇതൊരു നിശ്ചിത അന്തർദേശീയ ക്രമത്തിലൂടെയാണ് സംഭവിക്കുക. ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് കാലാവസ്ഥാ സംഘടനയുടെ മേൽനോട്ടത്തിലുള്ള ഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെന്ററാണ്. വടക്കേ ഇന്ത്യൻ സമുദ്ര മേഖലയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 13 രാജ്യങ്ങളാണ് ഈ പേരുകൾ നിർദ്ദേശിക്കുന്നത്. ഓരോ രാജ്യവും 13 പേരുകൾ വീതം നിർദ്ദേശിക്കുന്നുണ്ട്. 2019 പുതുക്കിയ നിലവിലെ ലിസ്റ്റിൽ 169 പേരുകളുണ്ട്. രാജ്യത്തിന്റെ പേരിന്റെ അക്ഷരമാലാ ക്രമത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ പട്ടികയിലെ പേരുകൾ കൊടുക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുന്ന ചുഴലിക്കാറ്റിന് മൊൻത എന്നാണ് ഇത്തവണ ഇട്ടത്. തായ്ലൻഡാണ് ഈ പേര് നിർദ്ദേശിച്ചത്. ലിസ്റ്റ് അനുസരിച്ച് ഇനി അടുത്ത ഊഴം തായ്ലൻഡ് കഴിഞ്ഞാൽ UAE-ക്കാണ്. ഇനി ചുഴലിക്കാറ്റുണ്ടായാൽ അതിന് ഇടുന്ന പേര് സെൻയാർ എന്നായിരിക്കും. സെൻയാർ എന്ന പേരിൽ ആ ചുഴലിക്കാറ്റ് അറിയപ്പെടുകയും ചെയ്യും. ഇനി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചില അവസരങ്ങളിൽ അത് 100 കിലോമീറ്റർ മുകളിലേക്ക് വേഗതയിൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയും സമാനമായി തന്നെ നീങ്ങും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ആന്ധ്രാപ്രദേശ്, യാനം തീരങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ 60 മുതൽ 70 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 80 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശും. 28-ാം തീയതി വൈകുന്നേരം മുതൽ 29-ാം തീയതി രാവിലെ വരെ 90 മുതൽ 100 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 110 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കും. 29-ാം തീയതി 80 കിലോമീറ്റർ വരെയും 29-ാം തീയതി വൈകുന്നേരത്തോടെ അത് 65 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിൻ്റെ വേഗത കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി 27-ാം തീയതി വൈകുന്നേരം മുതൽ കാറ്റിൻ്റെ വേഗത 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വർദ്ധിക്കും, പ്രത്യേകിച്ചും ഒഡീഷ തീരങ്ങളിൽ. ഇനി 28-ാം തീയതി വൈകുന്നേരം മുതൽ 29-ാം തീയതി രാവിലെ വരെ തെക്കൻ ഒഡീഷ തീരത്തും തൊട്ടടുത്തുള്ള കടൽ പ്രദേശങ്ങളിലും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 80 കിലോമീറ്റർ വരെയും വീശുന്ന ശക്തമായ കാറ്റായി ഒരുപക്ഷെ മാറിയേക്കാം. അതിനുശേഷം 29-ാം തീയതി വൈകുന്നേരം കാറ്റിൻ്റെ വേഗത കുറയും. 65 കിലോമീറ്ററിൽ താഴെ 45 വരെയായി എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഒഡീഷ തീരപ്രദേശങ്ങളിൽ നിലവിൽ പറയുന്നത്. മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ അറബിക്കടൽ ഇവിടങ്ങളിൽ പരമാവധി 65 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ അറബിക്കടൽ, മഹാരാഷ്ട്ര തീരം, ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട്. ഇനി തമിഴ്നാട് പറയുകയാണെങ്കിൽ തമിഴ്നാട് തീരം, പുതുച്ചേരി തീരം,
ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ 30-ാം തീയതി വരെ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുകയാണിപ്പോൾ.